ഹലോ എവരി വൺ വെൽക്കം ടു ചാനൽ മലയാളം സിംഗപ്പൂർ. ഞാൻ കൃഷ്ണ. സോ NHS ഇൻ്റർവ്യൂസ് അത് ക്ലിനിക്കൽ ആവട്ടെ നോൺ ക്ലിനിക്കൽ ആവട്ടെ ഏറ്റവും കോമൺ ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്, വാട്ട് കൈൻഡ് ഓഫ് സപ്പോർട്ട് യു വുഡ് ലൈക്ക് ടു ഹാവ് വിത്ത് ഇൻ ദ ഫസ്റ്റ് 6 months ആഫ്റ്റർ ജോയിനിങ് ടു ദി NHS ട്രസ്റ്റ് എന്നുള്ളൊരു കാര്യം. ഓക്കെ, അത് നിങ്ങൾ ഇനിയിപ്പോൾ ഒരു ക്ലിനിക്കൽ ജോബിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാവട്ടെ, ഒരു നോൺ ക്ലിനിക്കൽ ആവട്ടെ, നിങ്ങളൊരു NHS ജോബ് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ സപ്പോർട്ടാണ് ആദ്യത്തെ ഒരു 6 മാസം നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരിക എന്നൊരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഇപ്പോൾ ഉള്ള എല്ലാ ഇൻ്റർവ്യൂസിനും ചോദിച്ചു വരാറുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റിന് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നത്. നമ്മൾ നടത്തിയൊരു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ സെഷനകത്ത് നമ്മുടെ കാൻഡിഡേറ്റ്സ് എക്സാമ്പിൾസ് അടക്കം പറയുന്ന ഒരു ക്വസ്റ്റൻ, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കറക്ഷൻസും ഫീഡ്ബാക്ക് കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ വെൽക്കം ടു ഡേ 1 ഓഫ് 100 days ഓഫ് NHS ഇൻ്റർവ്യൂ ടിപ്സ്. സോ ഈ ഒരു സെഷനിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇത് നമ്മുടെ എപ്പിസോഡ് 1 ആണ്, ഇങ്ങനെ ഒരു 100 വീഡിയോ ടിപ്സ് NHSന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ ടിപ്സ് ആണ്. ഒരു 100 days കൊണ്ട് ഓരോ സൺഡേസിലും ആയിരിക്കും NHS ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ്സ് നിങ്ങളിലേക്ക് എത്തുക. ഒരുപാട് നിങ്ങളുടെ ഇൻ്റർവ്യൂസിനെയും നിങ്ങളുടെ ആപ്ലിക്കേഷനെയും സക്സസ്ഫുൾ ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ടിപ്സാണ് ഈ വീഡിയോസ് അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് സീരീസിൽ കൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തായാലും. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഈ ഡേ 1 തൊട്ട് ഡേ 100 വരെയുള്ള സെഷൻസ് എല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ, പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഈ ഒരു ക്വസ്റ്റൻ ആണ്, എന്തൊക്കെ കൈൻഡ് ഓഫ് സപ്പോർട്ടാണ് നിങ്ങളൊരു NHS ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് വിത്ത് ഇൻ ദ ഫസ്റ്റ് 6 months എന്നുള്ളൊരു ചോദ്യമാണ്. അതെങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, And Priya, thank you so much. You have answered really well. So, looking into your background or while hearing to your background, Priya, so are you currently working as a healthcare assistant in the UK? No, sir. Actually, after my delivery, I couldn't continue that job. Now I got my PIN, and also I have attended one interview with the Okay. Glasgow, but I couldn't succeed that one. Okay. Have they Yeah, provided feedback? they didn't give feedback, but I understand from their question what you have asked now. The second question they have asked me, what do you expect from us within 6 months of your period? This answer actually they are repeated 2 times. My answer wasn't sufficient enough. I felt in that way, but I don't know what to answer that time. I said that I need induction, I need preceptorship, but this answer I don't know. Really, they didn't give me feedback, so I thought it is not accepted one, maybe. Now I have my PIN. I don't have I don't need support for accommodation, and I don't need support for OSCE and all, but I don't know what to answer. Okay. So what you could have asked them was like regarding the supernumerary period. Okay, supernumerary period. Okay. Yeah, so that's the support. So induction is just a training or an orientation which you get normal for everyone. Okay. So what you will get in the Super. supernumerary period, you will get a preceptorship, which I will come back. So I will tell you all the details in the answer anyway. So there will be Okay. supernumerary period for 7 to 8 weeks. There will be preceptorship for 1 year. Okay. And you need to clearly say that I need to understand regarding the hospital policies and guidelines. Okay. And you need to understand regarding the proper drug names, which is normally given in the UK. Okay. So these are the few points you need to tell them. And also you can mention regarding the commute, regarding the transport. Okay, is there any kind of services? Because most of the trust, they do provide free transport services for their colleagues, for their staff members. Okay. Okay. And there will be always a travel to work scheme. Okay. So asking these questions is not a fault at all. You can simply ask these questions. There are lots of schemes, and so being honest, they will be more interested in your question or in your answers. Okay. Okay. So like, don't think it is a kind of a book picture question. Okay, that's the main thing. So they want to become friendly to their answers. That's why they have repeated the questions again and again. Yes, 2 times they have repeated again and again. So at the time I felt okay, my answer is not correct. Yeah. ഈ 6 months എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ചോദിക്കുമ്പോൾ I need to familiarize with what hospital policies and procedures, guidelines and protocols നിങ്ങൾക്ക് പറയാം. Then I'll need to get to know the patients, nursing techniques in practice, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഏരിയയിലുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ, ഡ്രഗ് നെയിംസ്, പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ വേണ്ടേ, സൂപ്പർ ന്യൂമറി പീരീഡ്. പ്രിയ, while you were answering, what I felt was like you've been going around the globe. Tangentially നമ്മൾ പോകാന്ന് അറിയുന്നില്ല, you are not into the point. Okay, പ്രിയ സ്ട്രൈറ്റ് ഫോർവേഡ് വന്നതേ ഇല്ല. You've been like moving around all the way. Okay, നമ്മൾ പറയും beating around the bush എന്ന് പറയും, മനസ്സിലായോ? What I suggest is you need to do proper practice while speaking. Okay, so സംസാരിച്ച് പ്രോപ്പറായിട്ട് ഇതേ പോയിന്റ്സ് നോക്കുക. Record, if you got the recorded videos with you,
So you just go through the same answers and try and practice. Do some mirror practice, record your audios, do all of the bits. Okay, you got the language skills. പക്ഷെ പ്രിയയുടെ ആൻസേഴ്സ് ഭയങ്കര എക്സ്പാൻഡഡ് എലാബറേറ്റഡ് ആയി പോകുന്നുണ്ട്. ഓക്കെ, Oh, അതൊന്ന് oh, oh. Okay, ഓക്കെ, sir. വെരി ഗുഡ്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. സൂപ്പർ ന്യൂമറി പീരീഡ് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ജിമോൾ സെലക്ടഡ് ആവുന്നത് ന്യൂറോളജി ഒ ടിയിലാണെന്ന് വെച്ചോ. ഹാവ് യു വർക്ക്ഡ് ഇൻ ന്യൂറോളജി ഒ ടി ബിഫോർ? No. ഇല്ല. അപ്പോൾ ന്യൂറോളജി ഒ ടി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും ജിമോൾക്ക് എന്തായാലും. ഓപ്പറേഷൻ തിയേറ്റർ ആണ്. പക്ഷേ ജിമോളിന് ചെയ്യാം. മറ്റേ കാർഡിയോവാസ്കുലറിൻ്റെ ഒ ടി പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ജിമോൾ പറഞ്ഞു ഞാൻ ഒരു 100 കാനലേഷൻ കണ്ണടച്ചുകൊണ്ട് ഞാൻ കാനൽ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ജിമോൾക്ക് കോമ്പീറ്റൻസി ഉണ്ട് അവിടെ. ഓക്കെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ജിമോൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും IV ഫ്ലൂയിഡ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും എല്ലാത്തിനും നമ്മൾ കോമ്പീറ്റൻസി വേണം നമുക്ക്. മനസ്സിലായോ? ഓക്കെ, നമ്മളെല്ലാം ഒന്നേ വി നീഡ് ടു ഡു എഗെയിൻ. അപ്പോൾ അതിനാണ് നമ്മൾ ആ സൂപ്പർ ന്യൂമറി പീരീഡ് വെക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഞാനിപ്പോൾ എൻഡോസ്കോപ്പിലാണ് വർക്ക് ചെയ്യണം. അപ്പോൾ ഒരുപാട് ഇന്റർനാഷണൽ നഴ്സസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ജോയിൻ ചെയ്യുമ്പോൾ സൂപ്പർ ന്യൂമറി പീരീഡ് ആകുമ്പോൾ നമ്മൾ അവർക്ക് സെപ്പറേറ്റ് ലാനിയാഡ് കൊടുക്കും. ലാനിയാഡ് വെച്ചാൽ നമ്മുടെ ID കാർഡിന്റെ ടാഗില്ല, അതിനെ പറയുന്ന വേറൊരു വാക്കാണ് ലാനിയാഡ്. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ, ലാനിയാഡ്. ഓക്കെ, ഇവിടെ പറയുന്ന വാക്ക് ലാനിയാഡ് എന്നാണ് കേട്ടോ. അപ്പോൾ ഒരു പിങ്ക് ലാനിയാഡാണ് അവർക്ക് കൊടുക്കുക. നമ്മുടെ നോർമൽ സ്റ്റാഫിന് എല്ലാവർക്കും ബ്ലൂ ആയിരിക്കും, പക്ഷെ അവർക്ക് നമ്മളൊരു പിങ്ക് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അവരൊരു ന്യൂ കമറാണ്, ന്യൂലി ജോയിൻഡ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആരും എന്ത് ചെയ്യില്ല, അവർക്ക് വേറെ ടാസ്കുകളോ ബാക്കി കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കാനോ ബാക്കി ഒന്നിനും പോകില്ല. അവർ നമ്പേഴ്സിലും ആയിരിക്കില്ല. ഓക്കെ, അവരെ നമ്മളൊരു സപ്പോർട്ടിങ് ഇതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക. സോ പ്രിയ, ഇഫ് യു ഓൾസോ ഗോയിങ് ടു, യു മൈറ്റ് നോ ഇസ്ന്റ് ഇറ്റ് പ്രിയ, because while you Yes. worked in the care assistant, you had a supernumerary period in there. Yes, yes, yes. I had Exactly. I had a period for Correct. almost 1 month. They have Almost given one. me. Yes. Okay. So like which is also extendable. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. നിങ്ങൾ കോൺഫിഡൻ്റ് ആവുന്നവരെ, നിങ്ങൾ സൈൻ ഓഫ് ആവുന്നവരെ നിങ്ങൾ ആ സൂപ്പർ ന്യൂമറി പീരീഡിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒബ്സർവ് ചെയ്യും, യു വിൽ ബി അണ്ടർ സൂപ്പർവിഷൻ ഓൾവേസ്. ഓക്കെ, ഡ്രഗ് കൊടുക്കുകയാണെങ്കിലും ആരെങ്കിലും കൗണ്ടർ സൈൻ ചെയ്യണം, എന്താണെങ്കിലും ഡബിൾ ചെക്ക് ചെയ്യണം നിങ്ങളുമായിട്ട്, അങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇതെല്ലാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രിസെപ്റ്റർഷിപ്പ് കാണും. പ്രിസെപ്റ്റർഷിപ്പ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്രിസെപ്റ്റർഷിപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രിസെപ്റ്റർ കാണും. ഇതെന്ന് പറയുന്നത് 1 ഇയറിലേക്കാണ്. സോ ഈ ഒരു 1 ഇയർ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് കോമ്പീറ്റൻസീസ് കവർ ചെയ്യാനാണെങ്കിലും ടാസ്കുകൾ കവർ ചെയ്യാനാണെങ്കിലും ഒക്കെ ഈ പ്രിസെപ്റ്റർ നിങ്ങളെ ഗൈഡ് ചെയ്യും. ഓക്കെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതൊരു ക്ലിനിക്കൽ എഡ്യൂക്കേറ്റർ ആവാം, നിങ്ങളുടെ കൂടെ ഉള്ള ഒരു കൊളീഗ് ആവാം, ആരും ആയിരിക്കണം നിങ്ങളുടെ എന്താ പ്രിസെപ്റ്റർ ആയിട്ട് വരുന്നത്, പ്രിസെപ്റ്റർഷിപ്പിലോട്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇൻഡക്ഷൻ കാണും, ഓറിയന്റേഷൻ കാണും, ഇതെല്ലാം ഇതിനോടൊപ്പം വരും. അപ്പോൾ 6 മന്ത്സിൽ ഇതെല്ലാം നിങ്ങൾക്ക് ചോദിക്കാം. ഓസ്കിയുടെ കാര്യം ചോദിക്കാം, അക്കോമഡേഷൻ്റെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം. സാറ് ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ ആ. സൂപ്പർ ന്യൂമറി പീരീഡ് കഴിഞ്ഞിട്ടാണ് പ്രിസെപ്റ്റർഷിപ്പ് വരുന്നത്, അതോ ഇതിലെ തന്നെ ഇൻക്ലൂഡഡ് ആണ്? ഇതിനെ തന്നെ ഇൻക്ലൂഡ് ആണ് എന്തായാലും. ഓക്കെ, ഇൻക്ലൂഡ് ആയിട്ട് പോകുമായിരിക്കും. പക്ഷേ ഈ ഒരു പീരീഡ് കഴിഞ്ഞ് പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എൻ്റെ യൂണിറ്റിൽ എനിക്ക് ഒരു ദിവസം 13 നഴ്സുമാരെ വേണം. ഓക്കെ, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫുള്ളി ഇതായിട്ടുള്ള 13 നഴ്സസിനെ എനിക്ക് വേണം. ഓക്കെ, അപ്പം 13 പേര് എനിക്കുണ്ട്. ആൻഡ് ജിമോൾ ആൻഡ് പ്രിയ, യു ഗാസ് ഹാവ് ന്യൂലി ജോയിൻഡ്. ഓക്കെ, നിങ്ങൾ ന്യൂലി ജോയിൻഡ് ആണ് ആൻഡ് യു ആർ അണ്ടർ സൂപ്പർ ന്യൂമറി പീരീഡ്. ഓക്കെ, 13 പേര്, നിങ്ങളെ കൂടെ കൂട്ടി 15 പേരുണ്ട്. ഓക്കെ, പക്ഷെ എനിക്ക് നമ്പേഴ്സ് എന്താ 15 ആക്കി കാണിക്കാൻ പറ്റില്ല, 13 തന്നെയാണ്. ബിക്കോസ് യു ടു ആർ നോട്ട് ഇൻ നമ്പേഴ്സ്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്ക് ഓഫ് കൊടുക്കാനും പറ്റില്ല. മനസ്സിലായോ? ഓക്കെ, അവരെ ആക്ച്വൽ സ്റ്റാഫ് അവിടെ എനിക്ക് വേണം, നമ്പേഴ്സിലുള്ള ആൾക്കാർ എനിക്ക് വേണം. ബിക്കോസ് യു ഗായ്സ് ആർ സൂപ്പർ ന്യൂമറി. മനസ്സിലായോ? ഓക്കെ, അങ്ങനെ ഒരു 8 വീക്സ്. ഇപ്പോൾ സ്റ്റിൽ ജിമോൾ പറയണില്ല, എനിക്കിപ്പോഴും ന്യൂറോളജിയുടെ ലൈക്ക് എന്താ ഡീകംപ്രഷൻ ക്രേനിയക്ടമി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഐ കാൺ ഡു ഇറ്റ് എന്ന് ജിമോൾ പറയുകയാണെങ്കിൽ ലൈക്ക് എനിക്ക് ജിമോൾ ഇടാൻ പറ്റില്ല, ബിക്കോസ് യു ആർ നോട്ട് കോൺഫിഡൻറ്റ്. മനസ്സിലായോ? സോ യു സ്റ്റിൽ നീഡ് ടു കണ്ടിന്യൂ വിത്ത് യുവർ സൂപ്പർ ന്യൂമറി പീരീഡ്. ഓക്കെ, അങ്ങനെ കുറേ ഉടായ്പ കാണിക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ലൈക്ക് നല്ല രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട്, അത് യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായോ? ഓക്കെ, സോ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ മേക്ക് ഷുവർ യു ആർ കോൺഫിഡൻറ്റ് ഇൻ ദാറ്റ്. ഒരിക്കലും വിചാരിക്കരുത് അയ്യോ 8 ആഴ്ച കഴിഞ്ഞു ഇനി ഞാൻ ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് ഒരിക്കലും കരുതരുത്. ഓക്കെ, ഇപ്പം ഡീകംപ്രഷൻ ക്രീനേറ്റമി ജിമോൾ കോൺഫിഡൻ്റ് ആയില്ല, പക്ഷേ തിങ്കിങ് ദാറ്റ് അവർക്ക് എന്ത് തോന്നും എന്ന് വിചാരിച്ചിട്ട് ലൈക്ക് ഇഫ് യു സ്ക്രബ് ഇൻ ടു ദാറ്റ് പ്രൊസീജിയർ ആൻഡ് യു ഡോണ്ട് നോ വാട്ട് ടു ഡു, അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാക്കി വെക്കുകയാണ്. മനസ്സിലായോ? യു ക്രിയേറ്റിംഗ് എ പേഷ്യൻറ്റ് സേഫ്റ്റി ഇഷ്യൂ. അവിടെ നമ്മളൊരു പേഷ്യൻറ്റ് സേഫ്റ്റി കോംപ്രമൈസ് ഉണ്ടാക്കുകയാണ്. സോ വിച്ച് വിൽ കം ബാക്ക് ആൻഡ് അഫക്റ്റ് യുവർ പിൻ നമ്പർ. മനസ്സിലായോ? ബിക്കോസ് നമ്മൾ എന്ത് ചെയ്താലും അത് നിങ്ങളുടെ സ്കിൽസ് അല്ലെങ്കിൽ ക്വാളിറ്റീസിൽ വരുന്നൊരു പോയിന്റാണ്. നമുക്ക് നാട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ ബാക്ക് ഹോം കൺട്രീസിൽ എവിടെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലാത്തൊരു സംഭവമാണ് ഇവിടെ വരുന്നത്. ഉണ്ട്, പക്ഷെ അതിന് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ വരും. എന്താ? നിങ്ങൾ ചെയ്യുന്ന ഓരോ ആക്ഷനും ഒമിഷനും, ഓക്കെ, നിങ്ങൾ ചെയ്യുന്നതും ചെയ്യാത്തതുമായിട്ടുള്ള കാര്യത്തിന് അക്കൗണ്ടബിൾ ആൻഡ് റെസ്പോൺസിബിൾ നിങ്ങൾ മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വി നീഡ് ടു ഓൾവേസ് മേക്ക് ഷുവർ യു ആർ അക്കൗണ്ടബിൾ ആൻഡ് റെസ്പോൺസിബിൾ ഫോർ വാട്ട് യു ഡു ഓർ വാട്ട് യു ഒമിറ്റ്. ഓക്കെ, മനസ്സിലായോ? അപ്പം നിങ്ങൾ മെഡിസിൻ കൊടുത്താലും ഓക്കെ
കൊടുക്കാതിരുന്നാലും എന്തുകൊണ്ടെന്നുള്ളതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, അപ്പോൾ അത് വി നീഡ് ടു പ്രോപ്പർലി ഡോക്യുമെന്റ് ഇറ്റ്, വി നീഡ് ടു പ്രോപ്പർലി എസ്കലേറ്റ് ഇറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? പേടിപ്പിക്കാനല്ല പറഞ്ഞത്, പക്ഷേ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ്. സോ അതുകൊണ്ട് നോ പറയേണ്ടടുത്ത് നോ പറയുക, യെസ് പറയേണ്ടടുത്ത് യെസ് പറയുക. ഓക്കെ, അല്ലാതെ നിങ്ങളുടെ ജോബിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരിക്കലും വിചാരിക്കരുത് എന്തായാലും. ഓക്കെ, so you've been to Saudi Arabia, so currently you're working in India. Okay, so if you move to the UK, that'll be your big migration, isn't it? So you haven't been to any of the European countries before. So if you're moving to the UK, within the first 6 months, what kind of expectations you got, what kind of support you need from the trust? I will tell, I have, this is the first time for me for the European country. Mhm. So I need some the support to learn the UK guidelines. UK guidelines regarding what kind of guidelines? So the hospital policies and guidelines, okay? The Yeah, hospital yeah. policies and guidelines, okay? Then what else you need as a support? You're first in the country, and within the 6 months, what kind of support you might need? Accommodation. Exactly, yeah, accommodation. So you might need support for the accommodation, isn't it? Then what else you need as a training before getting the PIN number? For the OSCE training, like that we can send. There you go, that's it. Yeah, so you need an OSCE training, so you need support for that, isn't it? So ജിമോൾ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ മലയാളത്തിൽ ജിമോളോട് ചോദിക്കുകയാണ്, ജിമോള് യു കെയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 6 മാസത്തിൽ എന്ത് സപ്പോർട്ടാണ് ജിമോൾക്ക് ഞങ്ങളുടെ അടുത്ത് നിന്ന് വേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ സപ്പോർട്ട്, എന്തൊക്കെ ഹെൽപ്പ് ജിമോൾക്ക് വേണം? എങ്കിൽ ജിമോൾ എന്ത് പറയും മലയാളത്തിൽ? ജിമോളുടെ മനസ്സിൽ എന്തൊക്കെ വേണം? സാർ ആക്ച്വലി എനിക്ക് അക്കോമഡേഷനും ഹോസ്റ്റൽ ട്രെയിനിങ്, പക്ഷെ അത് നമുക്ക് അവരോട് പറയാൻ പറ്റുമോ അങ്ങനെ? പിന്നെന്താ, ഉറപ്പായിട്ടും. ഓൾവേസ് നമ്മുടെ ബേസിക് നീഡ് അല്ലേ, വാട്ട് കൈൻഡ് ഓഫ് സപ്പോർട്ട് യു നീഡ് ഫ്രം ദ ട്രസ്റ്റ് എന്ന് അവർ ചോദിക്കുകയാണ്. ആസ്കിങ് ടു യു ഫ്രാങ്ക്ലി, അല്ലേ? ചോദിക്കാം നമ്മളടുത്ത്. അത് ചോദിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അതാണ് നമ്മൾ പറയേണ്ടത്. അതാണ് ടു ബി ഓണസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും. മനസ്സിലായോ? ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അല്ലാതെ ഔട്ട് ഓഫ് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വി നീഡ് ടു ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൈൻഡ് ഓഫ് ഒരു ഫ്രണ്ട്ലി ടോക്കാണ് അവിടെ വരേണ്ടത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇത് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത് എന്താ, നിങ്ങൾ ലൈക്ക് അത് നിങ്ങൾക്ക് അറിയോ ഇല്ലയോ, ഇതെന്ത് നിങ്ങൾ പറയുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അവരുടെ അടുത്ത് നിന്ന്? മനസ്സിലായോ? ദാറ്റ്സ് വാട്ട് ദേ വാണ്ട്. ഓക്കെ, അവരെന്തായാലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് ഈ വെയിൽസിൻ്റെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഓസ്കി ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദേ ജസ്റ്റ് വാണ്ട് ടു നോ വാട്ട് സപ്പോർട്ട് ഡു യു നീഡ്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ അപ്പൊ ചോദിച്ചു. നമുക്ക് ചോദിക്കാം, അക്കോമഡേഷൻ ചോദിക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മളെ കൺട്രിയില് ന്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. അപ്പൊ നമുക്ക് അത് ഫസ്റ്റ് ഒന്ന് ഗൈഡ് ചെയ്യാൻ, അത് ഗൈഡ് ചെയ്ത് തരണം. പിന്നെ ഈ ഹോസ്റ്റൽ ട്രെയിനിങ്. ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ പറയുമ്പോൾ ഇവിടെ നമ്മൾ കൂടുതലും ട്രാൻസ്പോർട്ടേഷൻ എന്നല്ല നമ്മൾ പറയുന്നത്, വി യൂസ് ദ വേർഡ് കമ്മ്യൂട്ട് എന്ന് പറയും. കമ്മ്യൂട്ട്. ഓക്കെ, കമ്മ്യൂട്ട്. COMMUTE, കമ്മ്യൂട്ട് എന്ന് പറയും കേട്ടോ. കമ്മ്യൂട്ട് ഫോർ ദ ട്രാവൽ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ വേർഡാണ് കമ്മ്യൂട്ട്. എനിവേ, ഞാൻ എന്തായാലും ആൻസറിലോട്ട് വരാം. അപ്പം ലൈക്ക് മനസ്സിലായല്ലോ. പിന്നെ ഓസ്കി അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ, ലൈക്ക് പിന്നെ ഹോസ്പിറ്റൽ പോളിസീസ് ഗൈഡ് ലൈൻസ്, ആ കാര്യങ്ങളെല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഞാനതാ പറയുന്നത്, നമ്മൾ എപ്പോഴും ഓൾവേസ് ലൈക്ക് ഡയറക്ട്ലി ബുക്ക് ചെയ്യുന്നതായിരിക്കില്ല പോവുക. ചില പോയിന്റുകൾ നമ്മൾ തന്നെ ഇട്ട് കൊടുക്കുക അവർക്ക്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സും പറഞ്ഞിരിക്കുന്ന ഫീഡ്ബാക്കും കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ തന്നെ ഈ ഒരു വിത്തിൻ 6 മന്ത്സിൽ എന്തൊക്കെ സപ്പോർട്ട്സ് ആണ് വേണ്ടി വരിക എന്നുള്ളൊരു ക്വസ്റ്റൻ എങ്ങനെ ആൻസർ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ എക്സ്പെക്ട് ചെയ്യുക, എന്ത് നിങ്ങൾ പറയരുത്, എന്ത് നിങ്ങൾ പറയണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ക്ലിയർ പിക്ചർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളിപ്പോൾ ഒരു നോൺ ക്ലിനിക്കൽ ആയാലും നിങ്ങൾക്ക് ഈ സെയിം കാര്യങ്ങൾ, നിങ്ങൾക്ക് സൂപ്പർ ന്യൂമറി പീരീഡിൻ്റെ കാര്യം നിങ്ങൾക്ക് ചോദിക്കാം, ട്രാവൽ അല്ലെങ്കിൽ കമ്മ്യൂട്ടിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചോദിക്കാം, കരിയർ പ്രോഗ്രഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം, നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സ്, മാനുവൽ ലീവ്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്യാം. അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. ഞാൻ ആ ടോപ്പിക്സിനകത്ത് പറഞ്ഞ പോലെ ഈവൻ കാർ പാർക്കിങ്ങിൻ്റെ കാര്യം വരെ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ വർക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കാർ പാർക്കിംഗ് ഫ്രീ ആണോ? കാര്യം പല ട്രസ്റ്റുകളിലും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, പെയ്ഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സർവീസസ് വരുന്ന ട്രസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഓരോ പേഴ്സണൽ റൈറ്റാണ് അറിയേണ്ട കാര്യങ്ങളും. അല്ലെങ്കിൽ സപ്പോർട്ട് എന്നുള്ളൊരു വാക്കിൽ അവരുദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആസ് ആൻ എംപ്ലോയി ഈ ഒരു ട്രസ്റ്റിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ഇതെല്ലാം അവർ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ഫർദർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ. ഈവൻ പല ആൾക്കാരും ചോദിക്കുന്നത് അവരുടെ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സിനെ പറ്റിയാണ്. ഞാൻ പറഞ്ഞില്ല വീഡിയോയുടെ ആദ്യം തന്നെ കുറച്ച് പ്രോ ടിപ്സിൻ്റെ കാര്യം. അപ്പോൾ പ്രോ ടിപ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട്
പല ആൾക്കാരും ചിലപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ഓൾറെഡി നിങ്ങൾ വൈഫ് ആൻഡ് ഹസ്ബൻഡും കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ ജീവിക്കുന്നവരായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ഷിഫ്റ്റ് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഇവിടെ NHSൽ ഏറ്റവും കൂടുതൽ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് കൊടുക്കുക എന്നുള്ളൊരു സംഭവം. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് തന്നെ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്യുക. അല്ലാതെ ഇൻ്റർവ്യൂവിന് നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് സാറ്റർഡേയ്സ് വർക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വീക്ക് ഡേയ്സ് എല്ലാ ദിവസങ്ങളും നമ്മൾ പറയുന്ന പോലെ ഫ്ലെക്സിബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ഓൾറെഡി ഒരു ചൈൽഡ് കെയറിൻ്റെ പ്രോബ്ലം കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആദ്യമേ കയറി അതിനെ എഗ്രി ചെയ്യരുത്. നിങ്ങൾ ക്ലിയർ ആയിട്ട് പറയാം എനിക്ക് ചൈൽഡ് കെയർ ഉണ്ട്, അപ്പോൾ വൈഫ് ഇന്ന ദിവസങ്ങളിൽ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ആണ് വൈഫ് വർക്ക് ചെയ്യുന്നത്, സോ എനിക്ക് ആ ദിവസങ്ങളിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ എനിക്ക് നൈറ്റ് മാത്രമായിരിക്കും വർക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എനിക്ക് തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേയ്സ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള ദിവസങ്ങളിൽ. കാര്യം എന്താ, കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടാക്കാനും തിരിച്ചു കൊണ്ടുവരാൻ ആരെങ്കിലും ഒരാൾ വേണം എന്തായാലും അല്ലേ. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറയാം, അതെല്ലാം അവർ അക്കോമഡേറ്റ് ചെയ്തിരിക്കും ഉറപ്പായിട്ടും. അല്ലാതെ പേടിച്ചിട്ട് നിങ്ങൾക്ക് ജോബ് പോയാലോ എന്ന് കരുതിയിട്ട് നിങ്ങളവിടെ കള്ളം പറയരുത്, മനസ്സിലായി. നിങ്ങൾ ഈ ചൈൽഡ് കെയറിൻ്റെ കാര്യം നിങ്ങൾ ഇപ്പോൾ പറയാതെ ജോബ് കിട്ടിയതിന് ശേഷം നിങ്ങൾ പറയുമ്പോൾ അവർ ഫസ്റ്റ് ചോദിക്കുന്ന കാര്യം ഇതൊന്നും നിങ്ങൾ വർക്കിൻ്റെ സമയത്ത് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ നിങ്ങളൊരു ഓണസ്റ്റ് പേഴ്സണായിട്ട് അവിടെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പിൻ്റെ കാര്യം നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് ഒരുപാട് ഇൻ്റർവ്യൂസ് നടന്നിട്ടുള്ള സംഭവത്തിൽ അറിയാം, സ്പോൺസർഷിപ്പ് കൊടുക്കാത്ത സാഹചര്യത്തിൽ തന്നെ ഇൻ്റർവ്യൂസ് കഴിഞ്ഞ അവസാനം ചോദിക്കുന്ന സമയത്ത് അവർ കൺസിഡർ ചെയ്തിട്ടുണ്ട് സ്പോൺസർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈവൻ ബാൻഡ് 3യുടെയും ബാൻഡ് 4ൻ്റെയും ജോബ്സിനാണെങ്കിൽ പോലും പല NHSകളിലും. ഓക്കെ, അപ്പം അതും നിങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഓണസ്റ്റായിട്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏറ്റവും അവസാനം നിങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ അതും കൺസിഡർ ചെയ്തേക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ Day 1 of 100 Days NHS ഇൻ്റർവ്യൂ ടിപ്സിൻ്റെ ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു എന്തായാലും. ഇതല്ലാതെ നിങ്ങളുടെ NHSൻ്റെ ജോബ് ആപ്ലിക്കേഷൻ അസിസ്റ്റൻസിനാവട്ടെ ഒരു പ്രോപ്പർ NHS ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ 1-to-1 അസിസ്റ്റൻസിനും ബാക്കി സപ്പോർട്ടിനും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഫ്രീ വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് കാണാം. പക്ഷേ ഒരു ഫർദർ അസിസ്റ്റൻസ് കാര്യം ഒരുപാട് കാൻഡിഡേറ്റ്സ് ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾ കണ്ടു, ഒരു സ്പീക്കിങ്ങിലാവട്ടെ അവരുടെ ലാംഗ്വേജിലാവട്ടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നമുക്ക് എത്രയോ കാൻഡിഡേറ്റ്സ് ആണ് ദിവസം അവരുടെ ക്ലിനിക്കൽ അല്ലെങ്കിൽ നോൺ ക്ലിനിക്കൽ ഇൻ്റർവ്യൂസിൻ്റെ സപ്പോർട്ടിന് ആപ്ലിക്കേഷൻ അസിസ്റ്റൻസിനും അല്ലെങ്കിൽ ജോബ് ഇൻ്റർവ്യൂസിനും ഒക്കെ തന്നെ വരുന്നത്. അവരെല്ലാവരും തന്നെ സക്സസ്ഫുൾ ആയിട്ട് അവർക്ക് കിട്ടിപ്പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ജോബ് ആപ്ലിക്കേഷൻ അസിസ്റ്റൻസിന് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ടിങ് ഇൻഫർമേഷൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ വെരിഫൈ ചെയ്യും, ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യും, നിങ്ങൾക്ക് അതിൻ്റെ സാമ്പിൾസ് അയച്ചു തരും. അപ്പോൾ നിങ്ങൾ അതെല്ലാം വീണ്ടും ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം നോക്കി നിങ്ങളുടെ CVs അല്ലെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ഫൈനൽ സബ്മിഷൻ ചെയ്യാനായിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യാലും അഡ്വൈസ് ചെയ്യാറുള്ളൂ. ഓക്കെ, വൺസ് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റൻസും കാര്യങ്ങളെല്ലാം പ്രോപ്പർ PDF ഫോമാറ്റ്സും അതിൻ്റേതായിട്ടുള്ളൊരു മോക്ക് ഇൻ്റർവ്യൂ സെഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങളായിട്ട് നടത്തി നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളുടെ ചലഞ്ചസും കാര്യങ്ങളെല്ലാം ഐഡൻറ്റിഫൈയും ചെയ്യും ഈ ഒരു അസിസ്റ്റൻറ്റ് സെഷൻസിനകത്ത്. ഓക്കെ, അതിനെല്ലാം നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ്, നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിളിൻ്റെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോവുക, www.mallunursingcouple.com. അതിൽ കയറി നിങ്ങൾ കോൺടാക്ട് അസിൻ്റെ പേജിലോട്ട് കയറുക. കോൺടാക്ട് അസിൻ്റെ സെക്ഷനിൽ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഇവിടെ ഒന്ന് ഫിൽ ഇൻ ചെയ്യുക. നിങ്ങളുടെ ഫുൾ നെയിം, നിങ്ങളുടെ കൺട്രി ഓഫ് റെസിഡൻസ് എവിടെയാണെന്നുള്ള കാര്യം, നിങ്ങളുടെ ഇമെയിൽ ID ആൻഡ് നിങ്ങളുടെ വാട്സപ്പ് നമ്പറും കോൺടാക്ട് നമ്പറും, അത് ഇൻക്ലൂഡിങ് കൺട്രി കോഡൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് കൊടുക്കുക, എങ്കിലേ ഞങ്ങൾക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ റിക്വയർമെൻറ്റിൻ്റെ അവിടെ അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ അവിടെ നിങ്ങൾക്ക് NHS ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ സെഷനാണെന്ന് സെലക്ട് ചെയ്യാം. റിക്വയർമെൻറ്റിൻ്റെ അവിടെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം, ഏത് ഇൻ്റർവ്യൂവിനാണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്, ഏത് ട്രസ്റ്റിലേക്കാണ്, ക്ലിനിക്കലാണോ നോൺ ക്ലിനിക്കൽ ഇൻ്റർവ്യൂ ആണോ, ഇൻ്റർവ്യൂ ഡേറ്റ് സ്കെഡ്യൂൾ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ആ ഒരു ആപ്ലിക്കേഷൻ വൺസ് നമുക്ക് റിസീവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർവ്യൂ കോർഡിനേറ്റേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് ബാക്കി ഫർദർ അസിസ്റ്റൻസും കാര്യങ്ങളെല്ലാം പറയും. നിങ്ങളുടെ ഇൻ്റർവ്യൂസ് ഓൾറെഡി സ്കെഡ്യൂൾ ആയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ നമുക്ക് മോക്ക് സെഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്തായാലും. ഓക്കെ, പക്ഷേ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ യൂട്യൂബിനകത്ത് ഒരുപാട് വീഡിയോസ്, ഈവൻ നിങ്ങൾ ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സപ്പോർട്ടിങ് ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുക. ആൻഡ് മോർ ദാൻ ദാറ്റ് ഈ ഒരു 100 ഡേയ്സിൻ്റെ വീഡിയോ സെഷൻസ് എല്ലാം തന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഓരോ സൺഡേയ്സിലായിരിക്കും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പോവുക NHS ഇൻ്റർവ്യൂ ടിപ്സിന് വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, ആൻഡ് ഓരോ പോയിൻറ്റും വളരെ ക്രൂഷ്യലാണ്. ഈ റീസെൻ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസിനകത്ത് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ റെലവൻറ്റ് ആൻസേഴ്സാണ് ക്ലിനിക്കൽ ആൻഡ് നോൺ ക്ലിനിക്കൽ ജോബ്സിനെ പറ്റിയിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് എന്തായാലും. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ മല്ലു നഴ്സിംഗ് കപ്പിൾ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് NHS ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് ഇതുപോലത്തെ NHS ഇൻ്റർവ്യൂസിൻ്റെ ടിപ്സും കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്യുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ എന്തായാലും മറക്കണ്ട. ഓക്കെ, ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളെല്ലാം ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഉറപ്പായിട്ടും അറിയിക്കുക എന്തായാലും. ആൻഡ് അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ യദുകൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.